ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഫറവോന്റെ കൊട്ടാരത്തിലേക്കും 2 ഇസ്രായേലിയ ഭവനങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇസ്രായേൽ ജനം നമ്മേക്കാൾ ശക്തിയുള്ളവരായി ദിനം ദിനം വർദ്ധിച്ചു വരികയാണ്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ അവരെ ജയിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതിനാൽ ഇന്നുള്ളതിന്റെ ഇരട്ടി വേലകൾ കൊണ്ട് അതികഠിനമായി അവരെ പീഡിപ്പിക്കുവാൻ നാം ഇതാ ഉത്തരവിടും. കൽപ്പന പോലെ. അയ്യോ അയ്യോ യജമാനനെ, എനിക്ക് ഈ ഭാരം താങ്ങുവാനാവുന്നില്ല. ഞാനിപ്പോ തളർന്നു വീഴും. യജമാനനെ, എന്നോട് കരുണയുണ്ടാകണമേ. ഇവൻ ഈ ഭാരം താങ്ങുവാനാവില്ല പോലും. 10 ചെങ്കല്ല് കൂടി ഇവന്റെ തോളിൽ വെച്ചു. അയ്യോ അയ്യോ, അരുതേ അരുതേ യജമാനനെ, അരുതേ. യഹോവേ, നീ ഞങ്ങളുടെ കണ്ണുനീര് കാണുന്നില്ലയോ? നീ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്നില്ലയോ? യഹോവേ, ഞങ്ങളെ രക്ഷിപ്പാൻ വേഗം വരണമേ യഹോവേ. അമ്മയുടെ മോനെ, അമ്മയുടെ പൊന്നാരനെ, മക്കളെ ഉണ്ടാക്കാൻ മിക്കനായിട്ടിരിക്കണം കേട്ടോ. അപ്പ പണി കഴിഞ്ഞ് വരുമ്പോ പോയി എല്ലാം കൊണ്ടുവരുമെന്നറിയാവോ? അപ്പം കൊണ്ടുവരും, ഉപ്പി കൊണ്ടുവരും. അയ്യാ, ചിരിച്ച് കളിയാക്കണോ? ചിരിച്ച് മയക്കുവാണോ അമ്മേ? അറിയാവോ, നമ്മുടെ പറവൂരാളുണ്ടല്ലോ, അപ്പായ വയലിലിട്ട് കഷ്ടപ്പെടുത്തുക. എന്റെ പൊന്നുമോനൊന്ന് വലുതായിട്ട് വേണം. അപ്പൊ അത് കഷ്ടപ്പാടൊക്കെ മാറ്റാം. പൊന്നു കുറയില്ല കേട്ടോ. കൊച്ചിനെ പിന്നെ അടിച്ചിരിക്കുവാണോ? ഇവിടെ താടി നിന്റെ കുഞ്ഞിനെ. അയ്യോ അയ്യോ യജമാനനെ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതേ. എന്റെ കുഞ്ഞിനെ തിരികെ തരണമേ. അയ്യോ അയ്യോ യജമാനനെ, ഞങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങൾക്ക് തന്ന ദാനമാ. അവനെ ഒന്നും ചെയ്യരുതേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. യജമാനനെ, എന്റെ കുഞ്ഞിനെ തിരികെ തരണമേ. രാജകൽപ്പന നിരസിക്കാനോ? നിന്റെ മകനാവട്ടെ ഇന്നത്തെ നൈൽ നദിയുടെ അത്താണ്. ഈ സമയം മറ്റൊരു ഭാഗത്ത് അമ്മേ അമ്മേ, നമ്മുടെ കുഞ്ഞവിടെ അമ്മേ, ഇനി നമുക്ക് അവനെ ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമല്ല. ഇതാ ഈ പെട്ടകത്തിൽ അവനെ വെക്കും. നമുക്ക് നൈൽ നദിയിൽ ഒഴുക്കാം. എന്താ, പെട്ടകത്തിൽ വെക്കാനോ? നൈൽ നദിയിൽ ഒഴുക്കാനോ? ഇല്ല, ഞാനെന്റെ കുഞ്ഞിനെ തരില്ല. ഇല്ല അമ്മേ, സമാധാനപ്പെടും. യഹോവ നമുക്ക് വഴിയുണ്ടാക്കാം. ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. നമുക്ക് കുഞ്ഞിനെ എനിക്ക് തരും. ചേച്ചിയോട് ക്ഷമിക്കണം. ചേച്ചിക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല. ചേച്ചിയോട് ക്ഷമിക്കണം. പക്ഷെ ചേച്ചി ജീവനോടിരിക്കുമ്പോ എന്റെ കുഞ്ഞിനൊരു ആപത്തം വരുവാൻ ചേച്ചി സമ്മതിക്കില്ല. ഇവിടെ എന്താ ഒഴുകി വരുന്നത്? ഒരു കുഞ്ഞിന്റെ കരച്ചിലും കേൾക്കുന്നുണ്ടല്ലോ. ഒന്ന് പോയി നോക്കൂ. രാജകുമാരി, ഇതാ ഒരു ആൺകുട്ടി. എന്തൊരു ഓമനത്വമുള്ള മുഖമല്ലേ. എന്റെ പിതാവിനെ ഭയന്ന് ആരോ നൈൽ നദിയിൽ ഒഴുക്കിയതാണ്. ഇവനെ വേഗം ഒരു എബ്രായ സ്ത്രീയെ കണ്ടെത്തൂ. കുമാരി കുമാരി, ഞാൻ കൊണ്ടുവരാം ഒരു എബ്രായ സ്ത്രീയെ. അങ്ങനെയാവും. അമ്മേ അമ്മേ, വേഗം വാ. നമ്മുടെ കുഞ്ഞിനെ രാജകുമാരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അയ്യോ, രാജകുമാരുടെ കയ്യിലോ? എന്റെ കുഞ്ഞിന്റെ മരണം ഞാൻ കാണേണ്ടി വരുമല്ലോ. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മ സമാധാനപ്പെടും. നമ്മുടെ കുഞ്ഞിന് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. വേഗം വരും.
മരി ഇതാണ് ഞാൻ പറഞ്ഞ പ്രായ സ്ത്രീ. ഇതാ ഈ പൈതലിനെ വാങ്ങും. ഇവൻ എന്റെ മകനായി നിങ്ങളുടെ ഭവനത്തിൽ വളരും. ഇവര് വേണ്ടുന്നതെല്ലാം കൊട്ടാരത്തിൽ നിന്നും നാം കൽപ്പിച്ചാക്കുന്നതാണ്. വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തതിന് ഇവനെ നാം മോശെ എന്ന് പേരിടും. അങ്ങയുടെ കൽപ്പന പോലെ നമ്മുടെ പൊന്നുമക്കളെ ഇത് നഷ്ടപ്പെട്ടെന്നാണല്ലോ അമ്മ കരുതിയത്. നമ്മുടെ പൊന്നുമോനെ ഞങ്ങളുടെ പ്രാർത്ഥന നൽകുന്നവരെ, ഞങ്ങളുടെ കണ്ണുനീര് കാണുന്നവരെ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി. പ്രിയമുള്ളവരെ, നമ്മളുടെ കഴിഞ്ഞ നാളുകളിലെ പല പ്രാർത്ഥനകളുടെ മുമ്പാകെ നമ്മൾ ഒരു ചോദ്യചിഹ്നവുമായി നിൽക്കുന്നവരാണ്. ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, എന്റെ നിലവിളി ശ്രദ്ധിക്കുന്നില്ലയോ എന്നുള്ള ചോദ്യചിഹ്നത്തിന് മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇസ്രായേൽ പൈതങ്ങളുടെ ശവക്കോട്ടയായിരുന്ന നൈൽ നദിയിൽ നിന്നും മോശയെ വലിച്ചെടുത്ത് ചെങ്കടൽ നടുവേ പിളർന്നു അതിന്റെ നടുവിൽ കൂടി ജനസഹസ്രങ്ങളെ അക്കരെ എത്തിക്കുവാൻ മോശയെ പ്രാപ്തനാക്കിയവൻ നമ്മളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയുമായി വേഗം വരും. നിശ്ചയം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിവുള്ളവന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.